നമസ്കാരം. ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചതിൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഇറാൻ. അറിയാതെ സംഭവിച്ചു പോയ കാര്യങ്ങളാണ് അതെന്നും കമ്മ്യൂണിക്കേഷനിൽ വന്ന ആശയവിനിമയത്തിൽ വന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെ ഒരു ആക്രമണം നടക്കാൻ കാരണമെന്നും ഈ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചതിൽ, അതായത് അയൽ രാജ്യങ്ങളെ ആക്രമിച്ചതിൽ ഇപ്പോൾ ഖേദിക്കുന്നുവെന്നും അറിയാതെ സംഭവിച്ചു പോയ ആ ആക്രമണങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നുമൊക്കെയാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാനാണ് ഇപ്പോൾ അങ്ങനെയൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതായത് അയൽ രാജ്യങ്ങളെ ഇറാൻ ആക്രമിച്ചത് നമുക്കറിയാം. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ടാണ് ഇറാനെ ആക്രമിച്ചത്. എന്നാൽ ഇറാൻ അതിന് മറുപടി കൊടുത്തത് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ താവളങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ജനവാസ കേന്ദ്രങ്ങളെയും ഓയിൽ റിഫൈനറികളെയും എണ്ണപ്പാടങ്ങളെയും വരെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് ഇതുവരെ. ഇന്ന് അല്പസമയം മുമ്പ് വരെയും, അതായത് സൗദിയുടെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിലും കനത്ത ആക്രമണം നടത്തിയിരുന്നു ഇറാൻ. അതായത് റിയാദിന് മുകളിൽ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. അത് സൗദിയുടെ സേന പരാജയപ്പെടുത്തി. മിസൈൽ ആക്രമണം സൗദിയുടെ പല നഗരങ്ങളിലും നടത്തി. എണ്ണപ്പാടത്തിൽ, അരാംകോയുടെ തന്നെ കീഴിലുള്ള ഒരു എണ്ണപ്പാടത്തിൽ ആക്രമണം നടത്തി സൗദി. ഇങ്ങനെ നിരന്തരം ഇന്ന് അതിരാവിലെ മുതൽ ഏതാണ്ട് ഈ അല്പസമയം മുമ്പ് വരെ വലിയ രീതിയിൽ ആക്രമണം നടത്തിയതിന് ശേഷമാണ് അബദ്ധം പറ്റിപ്പോയി എന്ന ഒരു രീതിയിൽ ഇറാൻ്റെ ഒരു പ്രതികരണം വരുന്നത്. അത് ഇറാൻ്റെ പ്രസിഡന്റിൽ നിന്ന് തന്നെയാണ് അങ്ങനെ ഒരു പ്രതികരണം വരുന്നത്. അതായത് അയത്തുള്ള ഖൊമൈനി കൊല്ലപ്പെട്ടത് അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറുന്നു. ആ കൊലപാതകത്തിന് ശേഷം, അയത്തുള്ള ഖൊമൈനിയുടെ കൊലപാതകത്തിന് ശേഷം സൈന്യത്തിനിടയിൽ ചില ആശയവിനിമയങ്ങൾ ഉണ്ടാകുന്നു, ചില ആശങ്കകൾ ഉണ്ടാകുന്നു. അതാണ് പ്രശ്നം. ഈ ആശയക്കുഴപ്പങ്ങളാണ് സൗദി അടക്കമുള്ള ഈ രാജ്യങ്ങളെയൊക്കെ, ഗൾഫ് രാജ്യങ്ങളെ, സൗദിയും ഖത്തറും കുവൈത്തും അങ്ങനെ നിരവധി UAE അടക്കം ദുബായ് എയർപോർട്ടിൽ വരെ കനത്ത ആക്രമണം ഇറാൻ നടത്തിയിരുന്നു. ഈ ആക്രമണങ്ങൾ വലിയ രീതിയിൽ നടത്താൻ ഇടയായത് ഈ സൈന്യത്തിലുള്ള ഈ ആശയക്കുഴപ്പം കൊണ്ടാണ് എന്നാണ് പ്രസിഡന്റ് പറയുന്നത്. എന്തായാലും ഇനി ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതോടുകൂടി GCC മേഖലയിൽ ആശങ്ക ഒഴിയുകയാണ്. വിമാനത്താവളങ്ങളടക്കം തുറന്ന് കൊടുക്കപ്പെട്ടിരിക്കുകയാണ്. വിമാന സർവീസുകൾ ഉടൻ പുനരാരംഭിക്കാൻ കഴിയും. അവിടുത്തെ ജനജീവിതം സാധാരണ നിലയിലാകുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിലേക്കുള്ള പലായനം ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇനി കുറയാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എണ്ണ വ്യാപാരത്തിൽ വലിയ ആശങ്കകളൊന്നുമില്ലാതെ കടന്നുപോകും എന്നുള്ളത് തന്നെയാണ്. കാരണം യുദ്ധത്തിൽ നിന്നും GCC രാഷ്ട്രങ്ങളെ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ മാപ്പ് ഏത് തരത്തിലുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ് എന്നതാണ് ഇപ്പോൾ പലരും സംശയിക്കുന്നത്. കാരണം ഈ മാപ്പ് എന്ന് പറയുന്നത് അബദ്ധവശാൽ സംഭവിച്ചതാണ് ഈ ആക്രമണങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇതിൻ്റെ യഥാർത്ഥ കാരണമെന്നത് അമേരിക്കയെയും ഇസ്രായേലും ആക്രമിക്കുമ്പോൾ അമേരിക്കയെയും ഇസ്രായേലെയും സമ്മർദ്ദത്തിലാക്കാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുക എന്ന തന്ത്രമാണ് ഇറാൻ പയറ്റിയത്. നിരവധി ആക്രമണങ്ങൾ നടത്തി ഇറാൻ. പക്ഷേ ആ ആക്രമണങ്ങളൊന്നും തന്നെ അമേരിക്കയ്ക്ക് മേലൊരു സമ്മർദ്ദമായി മാറിയില്ല. പക്ഷേ അതേ സമയം തന്നെ ഇറാനെതിരായിട്ടുള്ള ഒരു വികാരമായി മാറുകയും ചെയ്തു. ഇറാന് എതിരെ ഒരു പാശ്ചാത്യ ശക്തി, പ്രത്യേകിച്ചും അമേരിക്കയെ പോലെയുള്ള ഒരു ശക്തി ആക്രമണം നടത്തുമ്പോൾ ഇവിടെ മതത്തിൻ്റെ പേരിൽ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും അമേരിക്കയ്ക്കെതിരെ നിലപാടെടുക്കുകയും ചെയ്യും എന്നൊരു അവസരം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ അവസരം നഷ്ടപ്പെടുകയാണ്. ഇറാൻ്റെ ഈ തന്ത്രം കൊണ്ട് പാളിപ്പോയത്. അമേരിക്കയ്ക്ക് മേൽ യാതൊരു സമ്മർദ്ദവും ഈ GCC രാഷ്ട്രങ്ങൾ ചെലുത്തിയില്ല എന്ന് മാത്രമല്ല, ഇറാനെതിരെ അവർ ശക്തമായ പൊതുവികാരം ഉണ്ടാക്കുകയും GCC രാഷ്ട്രങ്ങളെ ഒരുമിച്ച് നിന്ന് ഇറാനെ നേരിടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കി ആക്രമണത്തിൽ നിന്നും പിന്മാറ്റാം എന്ന വലിയ തന്ത്രമാണ് അവിടെ പൊളിയുന്നത്. ആ തന്ത്രം പൊളിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ മാപ്പുമായി വരുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മാപ്പപേക്ഷയിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്, അമേരിക്ക കഴിഞ്ഞ കുറച്ച് ദിവസമായി, അതായത് 6-7 ദിവസമായി ഇറാനിൽ ആക്രമണം നടത്തുന്നു. കനത്ത ആക്രമണം തന്നെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത സൈന്യം നടത്തുന്നത്. അയത്തുള്ള ഖൊമൈനി കൊല്ലപ്പെടുന്നു, പ്രധാനപ്പെട്ട സൈനിക തലവന്മാരൊക്കെ കൊല്ലപ്പെടുന്നു, പ്രധാനപ്പെട്ട ഇറാൻ നേതാക്കന്മാർ കൊല്ലപ്പെടുന്നു, നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു, അവരുടെ സേനയ്ക്ക് കനത്ത നാശനഷ്ടം ഉണ്ടാകുന്നു, മിസൈൽ ലോഞ്ച് പാഡുകളെല്ലാം ആക്രമിച്ച് തകർക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇറാൻ്റെ ഏക പിടിവള്ളി, അതായത് അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാന് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യമെന്നത് ഈ പറയുന്നത് പോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കുള്ള അമേരിക്കൻ കേന്ദ്രങ്ങളെ ആക്രമിച്ച് അവരെ സമ്മർദ്ദത്തിലാക്കുക എന്നത് തന്നെയാണ്. പക്ഷേ ആ തന്ത്രം ഇവിടെ പൊളിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം ഇനി ഇറാന് ഒന്നും ചെയ്യാനില്ല എന്ന് തന്നെയാണ്.
ഇനി അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയോ ആക്രമണത്തെ ചെറുക്കാനോ അല്ലെങ്കിൽ ആ ആക്രമണത്തിന് ബദലായിട്ടോ ഒന്നും ചെയ്യാൻ ഇറാനില്ല. ചെയ്യാൻ ആകെയുണ്ടായിരുന്നത് ഈ പറയുന്ന ആക്രമണം മാത്രമായിരുന്നു. അത് പാളിപ്പോയിരിക്കുന്നു. ഇനി ആക്രമിക്കില്ല എന്ന് ഇറാൻ പറയുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഇറാൻ തളരുന്നു എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ്റെ പ്രത്യാക്രമണ തോതിൽ വലിയ കുറവുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കണക്കുകളെ ഉദ്ധരിച്ച് അമേരിക്കയുടെ ഏജൻസി തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. ഏതാണ്ട് 70% കുറവ് ഇറാൻ്റെ തിരിച്ചടിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇറാൻ മാപ്പ് പറയുകയും ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം ഇറാൻ തൽക്കാലത്തേക്ക് എങ്കിലും യുദ്ധം നിർത്തിവെക്കാൻ ആഗ്രഹിക്കുന്നു. അമേരിക്കയോടും ഇസ്രായേലിനോടും പൊരുതി നിൽക്കാൻ ഇനി ഞങ്ങൾക്ക് കഴിയില്ല എന്ന സൂചനയാണ് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അത് ഒരു കീഴടങ്ങലിൻ്റെ സ്വരമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എല്ലാം യുദ്ധം വന്ന് എല്ലാം നശിക്കുന്നതിന് തൊട്ട് മുമ്പ് കീഴടങ്ങി ഇനി കുറച്ചു കാലം അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിലും ഒക്കെ മുന്നോട്ട് പോകാം എന്നായിരിക്കണം ഒരുപക്ഷെ ഇറാൻ ചിന്തിക്കുന്നത്. ഇറാൻ ഇനി തിരിച്ചടിക്കാനുള്ള ശേഷി അത് മണിക്കൂറുകൾ മാത്രമായിരിക്കും എന്നതിൻ്റെ സൂചനയാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ കീഴടങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ ഈ മാപ്പപേക്ഷ വെച്ച് വിലയിരുത്താനും സാധിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.